Hello friends, welcome to English Time. Learn with me. Types of fiction. Epistolary novel. In this type, the narrative is carried forward by letters written by one or more characters. Example Samuel Richardson's Pamela. ഈ നോവലിൽ കഥ മുന്നോട്ട് പോകുന്നത് ഇതിലെ ക്യാരക്ടേഴ്സ് എഴുതുന്ന ലെറ്ററിലൂടെയാണ്. എക്സാമ്പിൾ സാമുവൽ റിച്ചാർഡ്സൺസ് പമേല. Gothic novel, a novel which encrypt magic, mystery and horror. Gothic elements even crept into other literary like poetry during Romantic period. Example William Beckford's An Arabian Tale. നോവലിന് മാജിക്കും മിസ്റ്ററി ഹൊററും വന്നതാണ് ഗോത്തിക് നോവൽ. ഗോത്തിക് നോവൽസിൻ്റെ എലമെൻറ്റ്സ് പോയട്രിയിലേക്കും കടന്നു കയറി റൊമാൻറ്റിക് പീരീഡിൽ. വില്യം ബെക്ക്ഫോർഡിൻ്റെ ആൻ അറേബ്യൻ ടെയിലാണ് ബെസ്റ്റ് എക്സാമ്പിൾ. Roman or apparentized novel. It is a novel that deals with the development of a young person, usually from adolescence to maturity, and it is mainly autobiographical. ഒരു മനുഷ്യൻ്റെ അഡോളിസൻസിൽ നിന്ന് മെച്യൂരിറ്റിയിലേക്ക് മൂവ് ആവുന്ന കഥ പറയുന്നതാണ് ഈ നോവൽ. ഇത് മെയിൻലി ഓട്ടോബയോഗ്രഫിക്കലാണ്. ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. Anti-novel. An anti-novel is any experimental work of fiction that avoids the familiar conventions of novel and instead establishes its own conventions. It was introduced by Jean-Paul Sartre. Example Virginia Woolf's The Wave. അതായത് യൂഷ്വലായിട്ടുള്ള നോവൽ റൈറ്റിങ്ങിൽ നിന്ന് മാറി പുതിയ തരത്തിൽ നോവൽ റൈറ്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ആൻറ്റി നോവൽസ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിൻ പോൾ സാറ്റിയർ ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ വെർജീനിയ വൂൾഫ്സിൻ്റെ ദ വേവ്സ്. Social novel. The social novel, also known as social problem or social protest novel. It is a work of fiction in which prevailing social problems such as gender, race, class prejudice is dramatized through its effect on the character of a novel. Example Eliot's Middlemarch. സോഷ്യൽ നോവൽ സോഷ്യൽ പ്രൊട്ടസ്റ്റ് നോവൽ എന്നും അറിയപ്പെടുന്നു. നമ്മുടെ സൊസൈറ്റിയിലുള്ള ജെൻഡർ, റേസ്, ക്ലാസ് പ്രെജുഡൈസ് എന്നുള്ള ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്നതിലൂടെ കാണിക്കുന്ന നോവലാണ് സോഷ്യൽ നോവൽ. ബെസ്റ്റ് എക്സാമ്പിൾ ഇലിയറ്റ്സ് മിഡിൽമാർച്ച്. Historical novel. It has its setting period of history. Characters and events are from history. It was initiated by Sir Walter Scott. Example Dickens' Tales of Two Cities. ഹിസ്റ്റോറിക്കൽ നോവലിൻ്റെ സെറ്റിംഗ് പീരിയഡ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തതാവും. അതുപോലെ തന്നെ ക്യാരക്ടറും അതിലെ ഇവൻറ്റ്സും ഒക്കെ ഹിസ്റ്ററി ബേസ്ഡ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തത് സർ വാൾട്ടർ സ്കോട്ടാണ്. ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഡിക്കൻസിൻ്റെ ടെയിൽസ് ഓഫ് ടു സിറ്റീസ് ആണ്. Detective novel. It is a story of a crime, usually murder, which is solved by a detective through investigation. Example Sir Arthur Conan Doyle's Sherlock Holmes. ഷെർലോക്ക് ഹോംസ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഡിറ്റക്റ്റീവ് നോവലാണ്. അതിലും നമ്മൾക്കറിയാം ക്രൈം നടക്കും, മർഡറാണ് മെയിൻലി. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഡിറ്റക്റ്റീവ് ഉണ്ടാവും. അതുതന്നെയാണ് ഡിറ്റക്റ്റീവ് നോവൽ. എഡ്യൂക്കേഷൻ നോവൽ. This developed in the late 18th century. It shows how a young person developed into a desirable citizen, morally, intellectually self-reliant. Example Henry Brooks' Fool of Quality. ഇത് 18ാം നൂറ്റാണ്ടിലാണ് വന്നത്. ലേറ്റ് 18th സെഞ്ച്വറിയിലാണ് ഡെവലപ്പ് ആയത്. ഇറ്റ് ഷോസ് ഹൗ എ യങ് പേഴ്സൺ ഡെവലപ്ഡ് ഇൻ ടു എ ഡിസൈറബിൾ സിറ്റിസൺ. എങ്ങനെയാണ് ഒരു യങ് പേഴ്സൺ ഡിസൈറബിൾ ആയിട്ടുള്ളൊരു സിറ്റിസണായി മാറിയത് മോറലി ഇൻ്റലക്ച്വലി എന്നാണ് കാണിക്കുന്നത്. ഹെൻറി ബ്രൂക്കിൻ്റെ ഫുൾ ഓഫ് ക്വാളിറ്റിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. Metafiction. Meta means about. So metafiction is fiction that is about fiction. In other words, fiction that can think, even talk about itself. Example Virginia Woolf's Orlando. It is also known as surf fiction. കഥയ്ക്കുള്ളിലെ കഥയാണ് ഫിക്ഷൻ, മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഫിക്ഷനിന് സംസാരിക്കാനും തിങ്ക് ചെയ്യാനൊക്കെ കഴിയും. എക്സാമ്പിൾ വെർജീനിയ വൂൾസ് ഒർലാൻഡോ. Science fiction. It involves element of science and technology as the basic for conflict. Current science fiction focus on the effect of science and technology on people. Example H.G. Wells' The Invisible Man. സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്
ആദ്യ കാലഘട്ടത്തിൽ ടെക്നോളജിയും സയൻസും കോൺഫ്ലിക്റ്റിന് എങ്ങനെയാണ് കാരണമാകുന്നതെന്ന് കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സയൻസ് ഫിക്ഷൻസ് ഫോക്കസ് ചെയ്യുന്നത് സയൻസും ടെക്നോളജിയും മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. എച്ച് എ വെൽസിൻ്റെ ഇൻവിസിബിൾ മാനാണ് ബെസ്റ്റ് എക്സാമ്പിൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു തരിക. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ.